നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. വരന്തരപ്പിള്ളി കാരികുളം കടവിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി. 5 ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ നടന്നു. വരന്തരപ്പിള്ളി കുന്നത്തുപാടത്ത് മലഞ്ചരക്ക് കടയിൽ മോഷണം. തൗണ്ടശ്ശേരി ജോസിന്റെ കടയിലാണ് മോഷണം നടന്നത്. ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ മഡോണ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ പരിശുദ്ധ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തയിലേക്ക്. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണെന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്നയും NK സിംഗും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. കോടതിക്ക് നിയമങ്ങൾ ഉണ്ടാക്കാനാകില്ല. നിയമനിർമ്മാണ സഭകൾക്ക് കോടതി പകരമാകരുത്. ആനകൾ 3 മീറ്റർ പരിധി പാലിക്കുമെന്ന് എങ്ങനെ കരുതുമെന്നും സുപ്രീം കോടതി ചോദിച്ചു. ശൂന്യതയിൽ നിന്നാണോ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയതെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ഹൈക്കോടതി ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമത്തിന് വിരുദ്ധമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആന എഴുന്നള്ളിപ്പിനിടെ എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉത്തരവാദിത്തം ദേവസ്വങ്ങൾക്കായിരിക്കും. ദേവസ്വങ്ങളുടെ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. എഴുന്നള്ളിക്കുമ്പോൾ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിലുണ്ടായിരുന്നത്. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസിനെതിരെ പൂരപ്രേമി സംഘം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. വരന്തരപ്പിള്ളി കാരികുളം കടവിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി. 5 ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപത്തുനിന്ന് തോട്ടത്തിലൂടെ എത്തിയ ആനകൾ കാരികുളം കടവിൽ പുലർച്ചെ വരെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പറമ്പുകളിൽ കൃഷി നശിപ്പിച്ച ആനകൾ റോഡ് മുറിച്ചു കടന്ന് ഹാരിസൺ തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ഉച്ചയായിട്ടും ആനകളെ കാടുകയറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. രാത്രികളിൽ തോട്ടങ്ങൾ കടന്നുവരുന്ന ആനകൾ ജനവാസ മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കല്ലേലി സജീവന്റെ പറമ്പിലെ വാഴകളും തെങ്ങുകളും കവുങ്ങുകളും ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് മലയോര കർഷക സമിതി പ്രവർത്തകർ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ നടന്നു. ഡോക്ടർ വിക്രം സാരാഭായിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിജ്ഞാൻ ഭാരതിയുമായി ചേർന്ന് ISRO നടത്തുന്ന സ്പേസ് ഓൺ വീൽസ് എന്ന ശാസ്ത്ര എക്സിബിഷൻ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജ് പ്രൊഫസറും വിജ്ഞാൻ ഭാരതി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായ ഡോക്ടർ CN ദിനേശ് പരിപാടിയുടെ വിശദീകരണം നടത്തി. വിജ്ഞാൻ ഭാരതി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഗോവിന്ദ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ TN രാമൻ, ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ്, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, വിജ്ഞാൻ ഭാരതി മെമ്പർ ശ്രീജ ഗോപകുമാർ എന്നിവർ ആശംസ പറഞ്ഞു. SLV മുതൽ LVM 3 വരെയുള്ള ഭാരതത്തിന്റെ ലോഞ്ച് വെഹിക്കിൾസും ഉപഗ്രഹങ്ങളും അതിന്റെ പ്രയോജനങ്ങളും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്പേസ് ഓൺ വീൽസ് എന്ന പേരിൽ ബസ്സിനുള്ളിലാണ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. വ്യാസ വിദ്യാനികേതനിൽ സ്പേസ് ഓൺ വീൽസിന്റെ വാഹനം എത്തിയതോടെ 700ഓളം വിദ്യാർത്ഥികളാണ് ആകാംക്ഷയോടെ പ്രദർശനത്തിന് എത്തിയത്.
സ്കൂൾ പ്രിൻസിപ്പാൾ PG ദിലീപ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പാൾ ബിന്ദു PP നന്ദിയും രേഖപ്പെടുത്തി. അല്ലെങ്കിൽ നമ്മുടെ ISROയുടെയൊക്കെ നേട്ടങ്ങൾ ഓരോ കാൽവയ്പ്പുകളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരവസരമാണ് നമ്മുടെ സ്കൂൾ ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ നിത്യജീവിതത്തിൽ ഈ ശാസ്ത്രത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ മാപ്പിംഗ്. വരന്തരപ്പിള്ളി കുന്നത്തുപാടത്ത് മലഞ്ചരക്ക് കടയിൽ മോഷണം. തൗണ്ടശ്ശേരി ജോസിന്റെ കടയിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ 2 താഴുകളും തകർത്ത നിലയിലാണ്. മലഞ്ചരക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് മോഷണം നടന്നത്. ഷട്ടർ കുറച്ച് ഉയർത്തിയ നിലയിൽ കണ്ടതോടെ സംശയം തോന്നിയ സമീപവാസിയാണ് ഉടമയെ വിവരമറിയിച്ചത്. 2 ഷട്ടറുകളുള്ള കടയുടെ 1 ഷട്ടറിന്റെ താഴ് തകർത്താണ് മോഷണം നടന്നത്. വേപ്പൂരിലുള്ള ബൈക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ച ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് ഷട്ടറിന്റെ താഴ് തകർത്തത്. ഈ ഇരുമ്പ് കമ്പി സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പിള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ മഡോണ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. പ്രസിഡന്റ് പോൾ പുല്ലന്റെ അധ്യക്ഷതയിൽ വികാരി ഫാദർ ടോം മാളിയേക്കൽ കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന സോഷ്യൽ ആക്ഷൻ സംഘടന എല്ലാ വർഷവും ക്രിസ്തുമസ് ആഘോഷ ദിവസം മഡോണ സ്കൂളിലേക്ക് കേക്കുമായി എത്താറുണ്ട്. സംഘടനാ ഭാരവാഹികൾ കുട്ടികൾക്ക് കേക്കും മിഠായിയും വിതരണം ചെയ്തു. ക്രിസ്തുമസ് ഗാനങ്ങളോടൊപ്പം ചുവടുവെച്ച് ആടിയും പാടിയും കുട്ടികളോടൊപ്പം അധ്യാപകരും ജീവനക്കാരും ആഘോഷത്തിൽ പങ്കുചേർന്നു. സെക്രട്ടറി ബീന ഡേവിസ്, ട്രഷറർ വർഗീസ് ചേനത്തുപറമ്പിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PK കൊച്ചാപ്പു, TK ജോസ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്ലോറി, സിസ്റ്റർ മരിയ, സിസ്റ്റർ ഫ്ലവർ തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷമാണ് ഈ സ്ഥാപനം, നിങ്ങളെ കുറിച്ച് അഭിമാനമാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുക അല്ലേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയാണ് ഫുൾ ടൈം. അവരുടെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ പരിശുദ്ധ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ പരിശുദ്ധ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. ആറ്റത്ര ഇടവക വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി കൊടികയറ്റി. വികാരി ഫാദർ ജെയ്സൺ ചിറ്റിലപ്പിള്ളി, തിരുനാൾ ജനറൽ കൺവീനർ ബാബു കിഴക്കേയിൽ ചേറോ, കൈകാരന്മാരായ സോമൻ ജോസ്, ജോയ് അച്ചാണ്ടി, ലിറ്റോ ജോസ്, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. 2024 ഡിസംബർ 28, 29 തീയതികളിലാണ് തിരുനാൾ. ദേശീയപാത കൊടകര പെരിങ്ങാംകുളത്തിന് സമീപം ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 5:30 പെരിങ്ങാകുളത്തിന് സമീപത്തായിരുന്നു അപകടം. അപകടത്തിൽ സാരമായി പരിക്കേറ്റ കാർ ഡ്രൈവർ കർണാടക സ്വദേശി സച്ചിനെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 65 രൂപ കുറഞ്ഞു. ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. വരന്തരപ്പിള്ളി കാരികുളം കടവിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി. 5 ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ നടന്നു. വരന്തരപ്പിള്ളി കുന്നത്തുപാടത്ത് മലഞ്ചരക്ക് കടയിൽ മോഷണം. തൗണ്ടശ്ശേരി ജോസിന്റെ കടയിലാണ് മോഷണം നടന്നത്. ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ മഡോണ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ പരിശുദ്ധ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും Info News എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.